ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി വെളിപ്പാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഭൂമിയിൽ വെളിപ്പെടാനിരിക്കുന്ന അധർമ്മമൂർത്തിയുടെ പ്രതീകമായി സമുദ്രത്തിൽ നിന്നും കയറി വരുന്നതായി അപ്പസ്തോലൻ കണ്ട മഹാമൃഗത്തിന് സമാനമായ 2 രാജാക്കന്മാർ ലോകചരിത്രത്തിൽ ജീവിച്ചിരുന്നതായി നമ്മൾ കണ്ടു. പഴയ നിയമകാലത്ത് സിറിയ ഭരിച്ചിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസും റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന ഡൊമേഷ്യൻ ചക്രവർത്തിയും. 13-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് നമുക്ക് 11-ാം വാക്യം മുതൽ നോക്കാം. 11-ാം വാക്യം: മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. ഇതുവരെ അപ്പസ്തോലൻ കണ്ടുകൊണ്ടിരുന്നത് സമുദ്രത്തിൽ നിന്ന് കയറി വന്ന ഭീകരരൂപിയായ മൃഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് അപ്പസ്തോലൻ കാണുകയാണ്. അത് ആദ്യത്തെ മൃഗത്തെ പോലെ ഭീകരരൂപിയല്ല. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ട്. കാഴ്ചയ്ക്ക് സൗമ്യനും ശാന്തനുമാണെന്ന് തോന്നുന്നു, ഒരു കുഞ്ഞാടിനെ പോലെ. എന്നാൽ അവൻ്റെ സംസാരം മഹാസർപ്പം സംസാരിക്കുന്നത് പോലെയായിരുന്നു. വേഷം മാത്രം കുഞ്ഞാടിൻ്റേത്, ഭാഷ പിശാചിൻ്റേത്. കുഞ്ഞാടിൻ്റെ വേഷമണിഞ്ഞ ചെന്നായ. ഇവനെയും സാത്താൻ തന്നെയാണ് അധികാരപ്പെടുത്തി അയച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. അവൻ്റെ സംസാരം അതാണ് വെളിപ്പെടുത്തുന്നത്. 12-ാം വാക്യം: അത് 1-ാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അവൻ 1-ാമത്തെ മൃഗത്തിൻ്റെ അധികാരമെല്ലാം ഭൂമിയിൽ നടപ്പാക്കാൻ അയക്കപ്പെട്ടവനാണെന്ന് വ്യക്തമാണ്. അങ്ങനെ അവൻ ഭൂമിയിൽ എല്ലായിടത്തും 1-ാം മൃഗത്തെ പ്രസിദ്ധമാക്കുവാൻ വലിയ പ്രചാരവേല നടത്തുകയാണ്. 1-ാം മൃഗം സഭാ കാലയളവ് മുഴുവൻ പ്രവർത്തിക്കുന്നത് പോലെ ഇവനും അവൻ്റെ പ്രചാരകനും സഹായിയുമായി അവനോടൊപ്പം ഉണ്ടായിരിക്കും. നല്ലൊരു സഹപ്രവർത്തകനായി ലോകം മുഴുവൻ അവൻ്റെ കൂട്ടുവേലക്കാർ മൃഗത്തിനു വേണ്ടി പ്രവർത്തിക്കും. ലോകത്തിൻ്റെ ഏക രാജാവ് എന്ന നിലയിൽ മാത്രമല്ല, ഏക ദൈവം എന്ന നിലയിൽ 1-ാം മൃഗത്തെ ആരാധിക്കുവാനും ബഹുമാനിക്കുവാനും ജനങ്ങളെ അവൻ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. വലിയ ആത്മീയ പരിവേഷമണിയിച്ചായിരിക്കും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം എല്ലാ രാഷ്ട്രീയ അധികാരികളുടെയും പ്രതീകമാണെങ്കിൽ, എല്ലാ മതപൗരോഹിതന്മാരുടെയും പ്രതീകമാണ് ഭൂമിയിൽ നിന്നും കയറി വരുന്ന ഈ മൃഗം. മൃഗമെന്നും കള്ളപ്രവാചകനെന്നും വചനം ഇവരെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അവസാനം ഗന്ധം കത്തുന്ന തീപ്പൊയ്യിലേക്ക് ഇരുവരെയും തള്ളിക്കളയും. വെളിപ്പാട് പുസ്തകം 19-ന്റെ 20-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്രയേൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളയും. 13-ാം വാക്യം: അത് മനുഷ്യർ കാണെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും. മനുഷ്യർ കാണെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീയിറക്കുന്നു. അവൻ്റെ പ്രവർത്തന ശൈലി എങ്ങനെയായിരിക്കുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. വളരെ പരസ്യമായിട്ട്, ആർക്കും ഒരു സംശയത്തിനും വകയില്ലാത്ത വിധത്തിലായിരിക്കും അവൻ്റെ പ്രവർത്തനങ്ങൾ. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുമാറ് ആരെയും ആശ്ചര്യപ്പെടുത്തും വിധം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. നമ്മുടെ ചിന്തകൾക്കും ഭാവനകൾക്കും അപ്പുറമായിരിക്കും അവൻ്റെ പ്രവർത്തനങ്ങൾ. മൃതന്മാരെ പോലും തെറ്റിക്കുവാൻ കഴിയും വിധം ആയിരിക്കും ഭൂമിയിൽ എല്ലായിടത്തും അത്ഭുതങ്ങൾ നടക്കുന്നത്. തങ്ങൾ ഇതുവരെ വിശ്വസിച്ച് ആരാധിച്ചു വന്ന ദൈവങ്ങളൊന്നും യഥാർത്ഥ ദൈവമല്ല എന്നും 1-ാമത്തെ മൃഗം മാത്രമാണ് ഏക സത്യദൈവം എന്നുമുള്ള വിശ്വാസത്തിലേക്ക് ജനങ്ങളെ വശീകരിച്ച് കളയും. 14-ാം വാക്യം:
മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ഭൂവാസികളെ അവർ ആരാധിച്ചു വന്ന ദൈവങ്ങളിൽ നിന്നെല്ലാം തെറ്റിച്ച് ഇവനിലേക്ക് മാത്രം തിരിക്കും. ലോകത്തിൽ ഒരു മതം, ഒരു ദൈവം, ഒരു രാജ്യം, ഒരു രാജാവ്, ഇതായിരിക്കും അന്നത്തെ ലോക വ്യവസ്ഥയെ. ലോകം മുഴുവൻ ഒരു രാജാവിന്റെ കീഴിൽ. മൃഗത്തിന്റെ 10 കൊമ്പുകളെ കുറിച്ച് പഠിച്ചപ്പോൾ നാം കണ്ടത് ലോകരാജ്യങ്ങളെല്ലാം തങ്ങളുടെ അധികാരവും ശക്തിയും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണല്ലോ. ഒന്നുകൂടി ആ വാക്യം ഞാൻ വായിക്കാം. വെളിപ്പാട് പുസ്തകം 17:12-13 വാക്യങ്ങൾ. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ലോകത്തിലെ സകല രാജാക്കന്മാരും നേതാക്കന്മാരും എല്ലാ ഭരണാധിപന്മാരും ഒരേ അഭിപ്രായത്തോടെ തങ്ങളുടെ അധികാരവും ശക്തിയും മഹത്വവുമെല്ലാം ഈ ലോക സാമ്രാട്ടിന് ഏൽപ്പിച്ചു കൊടുക്കും. വിശ്വസ്ത വിധേയരായി എല്ലാവരും അവനോട് ഒന്നിച്ചു പ്രവർത്തിക്കും. വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന്റെ പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. സകല ഭൂവാസികളെയും അവരുടെ ദൈവങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും വ്യതിചലിപ്പിച്ച് ഇവനിലേക്ക് വശീകരിച്ച് ഇവന് പ്രതിമയുണ്ടാക്കി അവനെ മാത്രം ആരാധിക്കുവാൻ നിർബന്ധിക്കപ്പെടുന്നു. 15-ാം വാക്യം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന്റെ ബലം ലഭിച്ചു. കള്ളപ്രവാചകനിലൂടെ മഹാസർപ്പം ഭൂമിയിൽ എല്ലായിടത്തും ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത വിധം തന്റെ അത്ഭുത ശക്തി വെളിപ്പെടുത്തുകയാണ്. അവന്റെ പ്രവർത്തനത്തിന്റെ ക്ലൈമാക്സിൽ മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുത്ത് അതിനെ സംസാരിക്കുമാറാക്കും. പ്രതിമയെ സംസാരിപ്പിക്കുക മാത്രമല്ല, അതിനെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കുവാനും അതിന് കഴിവ് കൊടുക്കും. ഇത് യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവമായിരിക്കുമോ? ഏതെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രതിമയെ സംസാരിക്കാൻ കഴിവുള്ളതാക്കുക ആയിരിക്കും ചെയ്യുന്നത് എന്ന് പറയുന്നവരുണ്ട്. റോബോട്ട് പ്രവർത്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച്. തീർച്ചയായും ഒരു പ്രതിമയെ ചലിപ്പിക്കുവാനോ സംസാരിപ്പിക്കുവാനോ വികാസം പ്രാപിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് ഇന്നും മേലിനും സാധിക്കുമെന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. എന്നാൽ അങ്ങനെ ആയിരിക്കുവാൻ സാധ്യതയില്ല. കാരണം വികാസം പ്രാപിക്കുന്ന ശാസ്ത്രത്തിന്റെ ആ കാലഘട്ടത്തിലെ മനുഷ്യനെ അതിനാൽ അത്ഭുതപ്പെടുത്തുവാൻ സാധിക്കില്ല. യഥാർത്ഥ സാത്താന്യ ശക്തിയുടെ പ്രദർശനം തന്നെയായിരിക്കും അവിടെ നടക്കുന്നത്. ദൈവം സാത്താനെ അതിനനുവദിക്കുക തന്നെ ചെയ്യും. ദൈവജനത്തിനുള്ള പരീക്ഷയാണ് ഇതെന്നോർക്കണം. അവസാന പരീക്ഷ. 16-17 വാക്യങ്ങൾ. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്ര ഉള്ളവനല്ലാതെ വാങ്ങിയോ വിൽക്കുകയോ ചെയ്യുവാൻ വകയാതീയമാക്കുന്നു. പ്രതിമയെ നമസ്കരിക്കുന്ന ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും ഒരു വ്യത്യാസവുമില്ലാതെ വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറാക്കുന്നു. പ്രതിമയെ നമസ്കരിക്കുന്നവർക്കാണ് മുദ്ര ലഭിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 14:9. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ഓരോരുത്തരും സ്വയം ആർജിക്കുന്നതാണ് ഈ മുദ്ര, അല്ലാതെ മറ്റൊരാൾ ചാർത്തി കൊടുക്കുന്നതല്ല. കള്ളപ്രവാചകൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ഒരാളെ വശീകരിച്ച് മൃഗത്തിന്റെ പ്രതിമയെ ആരാധിക്കുവാനുള്ള ആത്മീയ മാനസിക അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ അവൻ അതിനെ ആരാധിക്കുന്നു. അപ്പോൾ അവന് കിട്ടുന്നതാണ് മൃഗത്തിന്റെ മുദ്ര. അങ്ങനെ ഇവന് മുദ്ര കിട്ടുമാറാക്കുന്നത് കള്ളപ്രവാചകൻ മുഖാന്തരമാണ്. മുദ്ര ഉടമസ്ഥതയെ അല്ലെങ്കിൽ അവകാശത്തെ കാണിക്കുന്നതാണെന്ന് നാം നേരത്തെ മനസ്സിലാക്കിയതാണ്. ഉദാഹരണത്തിന് ദൈവത്തിന്റെ മുദ്ര. ദൈവത്തിന്റെ മുദ്ര ഏൽക്കുന്ന ഒരുവൻ
ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവമാണ് അവൻ്റെ അവകാശി. അതുപോലെ മൃഗത്തിൻ്റെ മുദ്രയേൽക്കുന്നവൻ മൃഗത്തിൻ്റെ സ്വന്തമായിരിക്കും, മൃഗമായിരിക്കും അവൻ്റെ അവകാശി. മൃഗത്തിന് അധികാരവും ശക്തിയും മഹത്വവും എല്ലാം കൊടുത്തയച്ചിരിക്കുന്നത് സാത്താനാകയാൽ മൃഗത്തെ ആരാധിക്കുന്നവൻ സാത്താനെയാണ് ആരാധിക്കുന്നത്. മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവൻ സാത്താൻ്റെ മുദ്രയാണ് ഏൽക്കുന്നത്. മൃഗത്തിൻ്റെ മുദ്ര എന്നാൽ സാത്താൻ്റെ മുദ്ര എന്ന സാരം. എല്ലാവർക്കും ഒരേ സ്ഥാനത്തല്ല സാത്താൻ ഈ മുദ്ര കൊടുക്കുന്നത്. വലം കൈമേലോ നെറ്റിമേലോ. വലം കൈ ഒരുവന്റെ പ്രവൃത്തിയെ, ഇടപാടുകളെയൊക്കെ കാണിക്കുന്നതാണ് വലം കൈ. മൃഗത്തെ നമസ്കരിക്കുന്ന ചിലരുടെ മേൽ സാത്താൻ തൻ്റെ ആത്മാവിനെ സന്നിവേശിപ്പിച്ച് എല്ലാ തിന്മയും എല്ലാ അനീതിയും ചെയ്യുവാൻ തക്ക പ്രേരണയും ശക്തിയും കൊടുത്ത് അവനെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നു. വലങ്കയിൽ മൃഗത്തിൻ്റെ മുദ്ര ലഭിക്കുന്നവൻ്റെ പ്രവൃത്തികളും ഇടപാടുകളുമെല്ലാം പൈശാചികമായിരിക്കും. അതാണ് അവൻ മൃഗത്തിൻ്റെതാണെന്നുള്ള അടയാളം. അടുത്തത് ഒരുവന്റെ നെറ്റി. ഒരുവന്റെ മനോഭാവങ്ങളെ, ചിന്താഗതികളെ, മാനസിക വ്യാപാരങ്ങളെയൊക്കെ കാണിക്കുന്നതാണ് നെറ്റി എന്ന് ദൈവത്തിൻ്റെ മുദ്രയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു. മുമ്പേ നമ്മൾ കണ്ടതുപോലെ മൃഗത്തെ നമസ്കരിക്കുന്ന ചിലരുടെ മേൽ സാത്താൻ തൻ്റെ ആത്മാവിനെ പകർന്ന് അവരുടെ ചിന്താഗതികളെയും മനോഭാവങ്ങളെയും എല്ലാ ധാരണയിലും തെറ്റിച്ചു കളയും. അവൻ്റെ ഉപദേശങ്ങൾ, പഠിപ്പിക്കലുകൾ, അവൻ്റെ വിശ്വാസങ്ങൾ, ആദർശങ്ങൾ എല്ലാം സത്യത്തിന് വിരുദ്ധവും വഞ്ചനാപരവുമായിരിക്കും. ഇങ്ങനെ നെറ്റിയിൽ മൃഗത്തിൻ്റെ മുദ്ര ലഭിക്കുന്നവൻ്റെ ചിന്താഗതികളും മനോഭാവങ്ങളും അവൻ്റെ എല്ലാ മാനസിക വ്യാപാരങ്ങളും സാത്താന്യമായിരിക്കും. ഇതായിരിക്കും അവൻ മൃഗത്തിൻ്റെതാണെന്നുള്ള അടയാളം. മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്ര. മൃഗത്തെ നമസ്കരിക്കുന്ന എല്ലാവർക്കും ഒരേ സ്ഥാനത്തല്ല മുദ്ര ലഭിക്കുന്നത് എന്ന് നാം കണ്ടു. അതുപോലെ മുദ്രയ്ക്കും വ്യത്യാസമുണ്ട്. ചിലർക്ക് മൃഗത്തിൻ്റെ പേരായിരിക്കും, മറ്റു ചിലർക്ക് പേരിൻ്റെ സംഖ്യയായിരിക്കും. മൃഗത്തിൻ്റെ പേര് നമുക്കറിയില്ല, അതുകൊണ്ട് തന്നെ പേരിൻ്റെ സംഖ്യയും നമുക്ക് കണക്കുകൂട്ടാൻ കഴിയില്ല. അതുകൊണ്ട് വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സമാന്തര വേദഭാഗങ്ങൾ പരിശോധിച്ച് നമുക്ക് ഈ വിഷയം പഠിക്കാം. വെളിപ്പാട് പുസ്തകം 7:2 മുതൽ 4 വരെ വാക്യങ്ങൾ. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിടക്കുന്നെന്ന് കയറുന്നതും ഞാൻ കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുമ്പോഴും ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. ദൈവം ഭൂമിയിൽ നിന്നും തനിക്കായി തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തെ തൻ്റെ ആത്മാവിനാൽ മുദ്രയിട്ട് വേർതിരിക്കുന്ന സംഭവമാണിതെന്ന് നാം കണ്ടു. മുദ്രയിടപ്പെടുന്ന ഈ 144,000 പേർ ഭൂമിയിൽ നിന്നും യേശുവിൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെടുന്ന മുഴുവൻ വിശുദ്ധന്മാരെയും കാണിക്കുന്ന പ്രതീകാത്മക സംഖ്യയാണെന്നും നാം മനസ്സിലാക്കി. അതുപോലെ സാത്താനും തനിക്കുള്ളവരെ തൻ്റെ ആത്മാവിനാൽ മുദ്രയിട്ട് തനിക്കായി വേർതിരിക്കുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ദർശനം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം അപ്പോസ്തലനായ യോഹന്നാന് നൽകുന്നുണ്ട്. വെളിപ്പാട് 14:1. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. ഈ 144,000 പേർ മുമ്പേ നമ്മൾ കണ്ട ദൈവം തനിക്കായി മുദ്രയിട്ട് വേർതിരിച്ച അതേ സമൂഹം തന്നെയാണെന്നുള്ളതിന് തർക്കമില്ല. അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്നു. ഇതെന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വസ്തുവിൻ്റെ മേലോ വ്യക്തിയുടെ മേലോ ഒരാളുടെ നാമം എഴുതിയാൽ എന്താണ് മനസ്സിലാകുന്നത്? ഒരു വസ്തുവിൻ്റെ മേൽ അല്ലെങ്കിൽ വ്യക്തിയുടെ മേൽ ആരുടെ നാമമാണോ എഴുതിയിരിക്കുന്നത് ആ വ്യക്തിയുടെ സ്വന്തം ആണെന്നാണ്. സിയോൻ മലയിൽ അപ്പോസ്തലൻ കണ്ട 144,000 പേർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും സ്വന്തമാണെന്ന്, അല്ലെങ്കിൽ അവരുടെ മേലുള്ള പൂർണ്ണ അവകാശവും അധികാരവും ദൈവത്തിനും ക്രിസ്തുവിനും ആണെന്ന്. ഭൂമിയിൽ ജീവിക്കുന്ന ദൈവമക്കളുടെ നെറ്റിയിൽ പിതാവിൻ്റെ നാമമോ പുത്രൻ്റെ നാമമോ
അക്ഷരങ്ങളായി നാം കാണുന്നില്ല. എന്നാൽ അവരുടെ ചിന്താഗതികൾ, മനോഭാവങ്ങൾ, അവരുടെ ധാരണകൾ, അവരുടെ വിശ്വാസം, പ്രത്യാശ, അവരുടെ പരിജ്ഞാനം, അവരുടെ ജ്ഞാനം, അവരുടെ വിവേകം, ഇതെല്ലാം കൊണ്ടും അവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും സ്വന്തമാണെന്ന് അടയാളപ്പെടുത്തുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-21 വാക്യങ്ങളിൽ പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇവയെല്ലാം അവനിൽ കാണും. ഇനി മൃഗത്തെയോ അവൻ്റെ പ്രതിമയെയോ നമസ്കരിച്ച് അവൻ്റെ മുദ്രയേൽക്കുന്ന എല്ലാവരും അവന് സ്വന്തമായി തരുന്നു. അല്ലെങ്കിൽ അവൻ്റെ നാമമോ അവൻ്റെ സംഖ്യയോ അവരുടെ കൈമേലോ നെറ്റിമേലോ എഴുതുന്നു. അക്ഷരം കൊണ്ടല്ല, സകല അനീതിയും വഞ്ചനയും നിറഞ്ഞ അവൻ്റെ പ്രവൃത്തികളും പൈശാചികവും പ്രാകൃതവുമായ അവൻ്റെ ചിന്താഗതികളും മനോഭാവങ്ങളും കൊണ്ട് അവൻ മൃഗത്തിൻ്റെ സ്വന്തമാണെന്ന് അടയാളപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ മുദ്രയേറ്റവരിൽ ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ കാണുന്നത് പോലെ മൃഗത്തിൻ്റെ മുദ്രയേൽക്കുന്നവനിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളായ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവെല്ലാം വളരെ പ്രകടമായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നും അന്നത്തെ മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളുകളുമായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. 2 തിമോഥെയോസ് 3:1-4 വരെയുള്ള വാക്യങ്ങളിൽ. ഇന്നും ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ടല്ലോ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാകാം. തീർച്ചയായും ഇതിലേതെങ്കിലും ചില തിന്മകൾ ചെയ്യുന്ന മനുഷ്യർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഈ എല്ലാ തിന്മകളും ഒരു വ്യക്തിയിൽ തന്നെ കാണുകയില്ല. അന്ന് ഒരു മനുഷ്യന് തന്നെ ഇവയെല്ലാം ഉണ്ടാകും. മനുഷ്യൻ്റെ പൊതു സ്വഭാവം തന്നെ എങ്ങനെയായിരിക്കും? പിശാചിൻ്റെ എല്ലാ സ്വഭാവങ്ങളും മനുഷ്യരിലേക്ക് പകരപ്പെടുകയാണ്. ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ദുർഘട സമയങ്ങളായിരിക്കും. ഇങ്ങനെ മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയായ മുദ്രയുള്ളവർക്കല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെയാക്കുന്നു. മൃഗത്തെ ആരാധിച്ചും അവനെ സേവിച്ചും ജീവിക്കുന്ന ആർക്കും ഇവിടെ ഒരു കുറവും ഉണ്ടാകില്ല. അവർക്ക് യഥേഷ്ടം ജീവിക്കാം. എല്ലാ സുഖ സൗകര്യങ്ങളും സമ്പൽ സമൃദ്ധിയും അവർക്കുണ്ടാകും. എന്നാൽ മൃഗത്തെയോ അവൻ്റെ പ്രതിമയോ നമസ്കരിക്കാതെ സത്യദൈവത്തെ ആരാധിച്ച് അവൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾക്ക് അവരുടെ നിത്യവൃത്തിക്കുള്ളത് പോലും വാങ്ങുവാൻ കഴിയാതെ വരും. അവരുടെ ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിറ്റ് പണമാക്കുവാനും കഴിയാതെ വരും. പട്ടിണിയും പരിവട്ടവുമായി അവർ നട്ടം തിരിയും. കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പോലും കഴിയാതെ അവർ അലഞ്ഞു നടക്കേണ്ടി വരും. ചിലർ ഇടറിപ്പോവും. സത്യദൈവത്തെ ഉപേക്ഷിച്ച് സംസാരിക്കുന്ന പ്രതിമയുടെ മുമ്പിൽ മുട്ടുമടക്കുകയും മുതുകുനിക്കുകയും ചെയ്യും. കള്ളപ്രവാചകൻ പറഞ്ഞതുപോലെ എല്ലാം ശുഭമാകും. അവർക്കെല്ലാം സുലഭമായി ലഭിക്കും. കൂടുതൽ അംഗീകാരവും പരിഗണനയും ലഭിക്കും. 18-ാം വാക്യം. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രേ? അതിൻ്റെ സംഖ്യ 666. ഇവിടെ പറയുന്ന 666 എന്ന സംഖ്യയ്ക്ക് ഒരു പാഠഭേദമുണ്ടെന്ന് കൂടുതൽ ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു. ആരും അത് പറഞ്ഞു കേൾക്കുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 13-18 മിക്ക കയ്യെട്ട് പ്രതികളിലും 666 മൃഗത്തിൻ്റെ സംഖ്യ എന്ന് വിളിക്കുമ്പോൾ ആദ്യകാല കയ്യെട്ട് പ്രതികളായ കോഡെക്സ് വത്തിക്കാനസ്, കോഡെക്സ് എഫ്രേമി റെസ്ക്രിപ്റ്റസ് എന്നിവയിൽ 666 പകരം 616 എന്ന സംഖ്യ കാണുന്നു. അതിലേക്ക് കടക്കുവാൻ ഞാനിപ്പോൾ സമയമെടുക്കുന്നില്ല. ബാക്കി നോക്കാം. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. ആദ്യം നമുക്ക് മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കാം. അതിനുശേഷം ഇവിടെ ജ്ഞാനം ആവശ്യമായിരിക്കുന്നത് എന്തിനാണെന്ന് നോക്കാം.
മൃഗത്തിന്റെ പേരില്ലാതെ അതിൻ്റെ സംഖ്യ ഗണിക്കാനുള്ള ക്ലൂ അവിടെ തന്നെ കൊടുത്തിരിക്കുന്നു. അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണെന്നും അതിൻ്റെ സംഖ്യ 666 എന്നും പറഞ്ഞിരിക്കുന്നു. 3 ആറുകൾ ഒന്നിച്ചെഴുതിയിരിക്കുന്നത് കൊണ്ട് ഗണിതശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ 666 എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യൻ്റെ സംഖ്യ 6 മാത്രമാണെന്നാണ് ഗ്രീക്ക് ഹീബ്രു സംഖ്യാശാസ്ത്രം പറയുന്നത്. അത് അപൂർണതയുടെ സംഖ്യയാണ്, നാശത്തിൻ്റെ സംഖ്യയാണ്, മരണത്തിൻ്റെ സംഖ്യയാണ്. 7 ദൈവത്തിൻ്റെ സംഖ്യയാണ്. അത് പൂർണ്ണതയുടെ, രക്ഷയുടെ, ജീവന്റെ സംഖ്യയാണ്. മൃഗത്തെയോ അവൻ്റെ പ്രതിമയെയോ നമസ്കരിച്ച് അവൻ്റെ മുദ്രയേൽക്കുന്ന ചിലരുടെ മേൽ അവൻ്റെ നാമം എഴുതുന്നത് പോലെ ബാക്കിയുള്ളവരുടെ മേൽ അവൻ്റെ സംഖ്യ എഴുതുന്നു. ദൂതൻ അപ്പസ്തോലനോട് അറിയിച്ചത്, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ, അത് 666. നാശം, നാശം, നാശം. ഇത് ദൂതന്റെ ഭാഷയാണ്. ഉദാഹരണത്തിന് വെളിപ്പാട് 8:13. അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം, കഷ്ടം, കഷ്ടം എന്നുറക്ക പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. സ്വർഗത്തിലെ ആരാധന പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അതുപോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ 666. ഇത് അവസാന പരീക്ഷയ്ക്കായി ദൈവം തന്റെ മക്കളെ ക്ലാസ് റൂമിലേക്ക് കയറ്റിവിടുന്ന സമയമാണ്. അധർമ്മമൂർത്തിയുടെ ലോകവാഴ്ചയുടെ കാലം എന്ന് നാം ഓർക്കണം. എഴുതി ജയിക്കണം. സഹായിക്കാൻ തയ്യാറായി കള്ളപ്രവാചകൻ അടുത്ത് തന്നെ ഉണ്ടാകും. ദൈവം അവനെ അനുവദിച്ചിരിക്കുന്നു. ഇവിടെ ജ്ഞാനമുണ്ട് ആവശ്യം. 1 മൃഗത്തോടുള്ള ബന്ധത്തിൽ അവനെ നേരിടാൻ വിശുദ്ധന്മാരുടെ വിശ്വാസവും സഹിഷ്ണുതയും ആവശ്യമായിരിക്കുന്നു എന്ന് 10-ാം വാക്യത്തിൽ നാം കണ്ടതുപോലെ ഇവിടെ കള്ളപ്രവാചകനായ 2-ാം മൃഗത്തെ നേരിടുവാൻ ജ്ഞാനമാണ് ആവശ്യമായിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. കള്ളപ്രവാചകൻ കാട്ടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ്റെ വശീകരണ വാക്കുകളും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചിപ്പാൻ ജ്ഞാനം ആവശ്യമാണ്. അധർമ്മമൂർത്തി ലോകത്തിൽ വെളിപ്പെട്ടു വരുമെന്നും ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സർവത്തിനു മീതെ അവൻ തന്നെത്താൻ ഉയർത്തി ദൈവമായി അല്പകാലം വാഴുമെന്ന് ദൈവവചനത്തിന് മുന്നമേ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് തിരിച്ചറിയണം. അതിന് ജ്ഞാനം ആവശ്യമാണ്. ദൈവം അനുവദിക്കുന്ന അല്പകാലം കഴിഞ്ഞാൽ അവനും അവൻ്റെ അനുയായികളും അവനെ പ്രസംഗിക്കുന്ന കള്ളപ്രവാചകനും തീപ്പൊയ്യിലേക്ക് തള്ളപ്പെടുമെന്നും അറിഞ്ഞിരിക്കണം. ഈ ലോകത്തിലെ ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകരം പ്രാപിപ്പാൻ ഹേതുവായി തീരുമെന്ന് അറിയുവാൻ ജ്ഞാനം ആവശ്യമാണ്. അതുകൊണ്ട് വിശ്വാസത്തോടും സഹിഷ്ണുതയോടും ജ്ഞാനത്തോടും കൂടെ എതിർ ക്രിസ്തീയ ലോകത്തെയും അതിൻ്റെ എല്ലാ ഭരണ നേതൃത്വങ്ങളെയും നേരിടാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ ശക്തിയിലും കൃപയിലും നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.